ഇതാണ് ചോദ്യം. ആര്? BJP സ്വയം ചോദിക്കുന്ന ചോദ്യം, നമ്മളും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. അവര് മുന്തിയ പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂരാണ്. ഇനി അതിൻ്റെ സ്റ്റാറ്റ്സിലേക്ക് വരാം. അതിൻ്റെ ഡേറ്റയാണല്ലോ ഇതെല്ലാം പ്രധാനം. തൃശ്ശൂർ 2019 സുരേഷ് ഗോപി നേടിയത് 28.2% വോട്ടുകളാണ്. വെരി ഗുഡ് പെർഫോമൻസ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല, അത് നമ്മൾ പറയും. 2019 ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് 28.2% വോട്ടുകൾ. അതേസമയം 2014 BJP സ്ഥാനാർത്ഥിയായിരുന്ന KP ശ്രീശന് കിട്ടിയത് വെറും 11.15%. ഇപ്പൊ 11.15% നിന്ന് 2014 കണക്കിൽ നിന്ന് 2019 സുരേഷ് ഗോപി കുതിച്ചു കയറി എന്നുള്ളത് സത്യമാണ്. 17% വോട്ടിംഗ് ശതമാനത്തിൽ 17% വർധനമാണ് സുരേഷ് ഗോപി രേഖപ്പെടുത്തിയത്, അല്ലെ നേടിയത്. അതിൻ്റെ പ്രധാന കാരണം BJP വോട്ടുകളല്ല. BJP വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്, കേഡർ വോട്ടുകൾ അനുഭാവികളുടെ. പക്ഷേ സുരേഷ് ഗോപി എന്ന നടൻ്റെ സ്റ്റാർ വാല്യൂ കൂടുതൽ വോട്ടുകൾ നേടാൻ BJPയെ സഹായിച്ചു. പക്ഷെ ഞങ്ങളിപ്പോൾ സംശയിക്കുന്നൊരു കാര്യം, അന്ന് ആദ്യമായിട്ട് തൃശ്ശൂർ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അന്ന് സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന സ്റ്റാർ വാല്യൂ ഇന്നിപ്പോൾ ഉണ്ടോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അദ്ദേഹം ചെന്നുവിട്ട വിവാദങ്ങൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, ഇതൊക്കെ അതിൻ്റെ അകത്ത് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതൽ വരും ദിവസങ്ങളിൽ വിലയിരുത്തേണ്ടുന്ന വിഷയമാണ്. ഇവിടെ അതിൻ്റെ ഒരു സൂചകം മാത്രമായിട്ട് ഞങ്ങളത് പറയുന്നത്. ഇനി അപ്പം ഇതാണ് BJPയുടെ ഒരു പ്രതീക്ഷ. അവിടെ ഒരു കാര്യം കൂടി ഇവിടെ പറയാം ആമുഖമായിട്ട്. BJP അവിടെ ജയിക്കുമെന്ന് അവർ പ്രതീക്ഷ വയ്ക്കുന്ന 2 എലമെൻസിലാണ്, 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ക്രിസ്ത്യൻ വോട്ടുകളിൽ തങ്ങൾക്ക് അനുകൂലമായൊരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ പിടിക്കാൻ സ്നേഹയാത്രയും സന്ദേശം കൊടുക്കലുമൊക്കെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് കേരള ഘടകം BJP വീടുകളിൽ ചെന്ന് ചെയ്തു, ക്രിസ്തീയ ഭവനങ്ങളിൽ. അപ്പോൾ അങ്ങനെ കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന്. തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. കത്തോലിക്ക സഭയുടെ രൂപതകളുടെ ഒരു കേന്ദ്രമാണ് തൃശ്ശൂർ. മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, കാനാനായ ഒന്നുമല്ല, കത്തോലിക്ക സമൂഹത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്, കളിസ്ഥലമാണ് തൃശ്ശൂർ. അപ്പം അവിടുന്ന് കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയാൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് കൂടുതൽ വോട്ടുകൾ നേടാമെന്ന് BJP കരുതുന്നു. ഞങ്ങളല്ല, BJP കരുതുന്നു. അവരുടെ ഒരു ഏറിയ. 2, ക്രിസ്ത്യൻ വോട്ട്, ഈ ഹിന്ദു വോട്ട് ബാങ്ക് ഇൻടാക്റ്റായിട്ട് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന കാര്യം. ഇപ്പോഴത്തെ MP പ്രതാപൻ വീണ്ടും മത്സരിക്കുമോ ഇല്ലയോ എന്നൊക്കെ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. LDFിൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ആണോ ഇല്ല എന്ന കാര്യത്തിലും തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു നല്ലൊരു ത്രികോണ മത്സരം എന്തായാലും തൃശ്ശൂർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. സുരേഷ് ഗോപി കളത്തിൽ ഇറങ്ങിയാൽ അതുറപ്പാണ്. പക്ഷെ ജയിക്കുമോ ഇല്ലയോ എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നതിനകത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുന്നാഥൻ്റെ മണ്ണിൽ വന്നിറങ്ങിയിട്ട് വടക്കുന്നാഥന് ഒരു ദർശനം പോലും അവിടെ നടത്തിയില്ല. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താതെ ആ മണ്ണിലിറങ്ങിയിട്ട് പ്രസംഗം നടത്തി, റോഡ് ഷോയും നടത്തിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ഇതിനെതിരെ മുറുമുറുപ്പ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് ഇപ്പോഴും അതിൻ്റെ അലയരുകൾ അവിടെയുണ്ട്. പലരോടും സംസാരിച്ചാൽ മനസ്സിലാവും, അദ്ദേഹം വലിയ പ്രധാനമന്ത്രി, അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹം വലിയ ദൈവവിശ്വാസി, അദ്ദേഹം അയോധ്യയിൽ 22 ഈ മാസം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു പ്രധാന കാർമ്മികനായിട്ട്. അദ്ദേഹം വന്നിട്ട് എന്തുകൊണ്ട് വടക്കുന്നാഥനെ ഒന്നും തൊഴുതില്ല? വടക്കുന്നാഥൻ്റെ നേരെ നോക്കിയത് പോലുമില്ല, അവഗണിച്ചങ്ങ് പോയല്ലോ. അപ്പൊ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് ഇങ്ങനെ കൈയിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ ഈ കാൽക്കീഴിലുള്ളത് ചോർന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം BJPക്ക് തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. അപ്പോൾ വടക്കുന്നാഥനെ കണ്ട് ദർശനം നടത്താതെ പോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയാണ്. ഇത് ചില ഹിന്ദു വിശ്വാസികൾക്ക് നോവും, ഒരു മുറിവ് മനസ്സിലുണ്ടാവും. അത് ഓൾറെഡി ചില മർമ്മരങ്ങൾ, ഈ ഒതുക്കിപ്പറച്ചിലുകൾ ഇപ്പം തന്നെ തൃശ്ശൂരിൽ തേക്കിൻകാടിന് ചുറ്റും പോകുന്നുണ്ട്. അത് BJP മനസ്സിലാക്കിയിരിക്കുക. അതായത് പറയുമല്ലോ,
കിഴക്കൂന്ന് വന്നതും പോയി, ഒറ്റാലിൽ കിടന്നതും പോയി. ഇപ്പം കിഴക്കൂന്ന് ഇങ്ങോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ വരുന്നെന്ന് വിചാരിക്കുമ്പോൾ ഈ പിടിച്ചു വെച്ച വരാലുണ്ടല്ലേ ഈ ഒറ്റാലിൽ, ഇത് പൊക്കി അതിനെ പിടിക്കാൻ നോക്കുമ്പോൾ ഇതങ്ങ് പോവും, അതൊട്ട് കിട്ടത്തുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തൃശ്ശൂർ പോകുമോ എന്ന് BJP വളരെ ശ്രദ്ധാപൂർവം ആലോചിക്കുക. ഓക്കെ. 2, തിരുവനന്തപുരത്ത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. കുമ്മനവും രാജഗോപാലും 2ാം സ്ഥാനത്ത് LDFിനെ പിന്തള്ളി വന്നു. ശശി തരൂർ വീണ്ടും ജയിച്ചു. പക്ഷെ അവിടെ ശശി തരൂരിൻ്റെ വോട്ട് ഷെയർ കൂടിയത് നമ്മൾ മറന്നുകൂടാ. 2014 രാജഗോപാൽ മത്സരിക്കുമ്പോൾ രാജഗോപാലും ശശി തരൂർ തമ്മിൽ നെക്ക് മത്സരമാണ്. ഏതാണ്ട് വോട്ടെണ്ണലിൻ്റെ ഒരു പകുതി ഘട്ടവും കഴിയുമ്പോഴും രാജഗോപാൽ ആദ്യം 25,000, പിന്നെ 10,000, 15,000, 5,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. രാജഗോപാൽ ജയിച്ചു എന്ന് പോലും ചാനലുകൾ പറഞ്ഞു തുടങ്ങിയ ഒരു സമയത്തിൽ അവസാന റൗണ്ടിലാണ് രാജഗോപാൽ പിന്നിലോട്ട് പോവുകയും തരൂര് കയറി വന്നിട്ട് ജയിക്കുകയും ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ തിരിച്ചടിയായി ആണ് സംഭവിച്ചത്. അന്ന് ആ ഇലക്ഷനിൽ രാജഗോപാലിന് 32.32% വോട്ട് കിട്ടിയപ്പോൾ ശശി തരൂരിൻ്റെ ഏറ്റവും കുറഞ്ഞ വോട്ട് ആ ഇലക്ഷനിലാണ് കിട്ടിയത് 34.09%. അതായത് തോറ്റ രാജഗോപാലും ജയിച്ച തരൂരും തമ്മിൽ വെറും 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2019 കളം മാറി, തനി സംഖ്യയെ കൊണ്ട് നിർത്തി. കാരണം രാജഗോപാലിന് BJP വിട്ടതിന് പുറത്ത് ഒരു സൗഹൃദ ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് രാജഗോപാലിന് വ്യക്തിപരമായിട്ട് ധാരാളം പേര് വോട്ട് ചെയ്തിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ വ്യക്തിപരമായ വോട്ട് കുമ്മനം രാജശേഖരന് കിട്ടത്തില്ല. കാരണം കുമ്മനം രാജശേഖരൻ ഒരു തനി സംഖ്യയാണ്. സംഖ്യക്കപ്പുറത്തൊരു സമ്മതി അദ്ദേഹത്തിന് കിട്ടത്തില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുമ്മനത്തിന് 2019 കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 31%. രാജഗോപാലിനേക്കാൾ താഴേക്ക് പോയി. തരൂര് 20% വോട്ടാണ് ഇൻക്രീസ് ചെയ്തത്. തരൂര് 41% വോട്ടാണ് തരൂര് നേടിയത്. അതായത് രാജഗോപാലും തരൂരും നമ്മളെ വ്യത്യാസം 2% കുമ്മനം രാജശേഖരനും തരൂരും നമ്മളെ വ്യത്യാസം അടുത്ത ഇലക്ഷനിൽ 41% വോട്ടാണ് തരൂർ നേടിയത്. അതായത് 10% വ്യത്യാസം. 2 പകരം 31, 41, 10% അധിക വോട്ടുകളാണ് ശശി തരൂർ നേടിയത്. ആ നേടിയതിന് പിന്നിൽ വ്യക്തിപരമായിട്ട് തരൂരിന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ, സ്ത്രീകളുടെ, പിന്നെ LDFയിൽ നിന്ന് തരൂരിന് വ്യക്തിപരമായിട്ട് വോട്ടുകൾ പോയിട്ടുണ്ട്. ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പോഴും ഗോദയിൽ തരൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ LDFിൻ്റെ സ്ഥാനാർത്ഥി CPIയുടെ സീറ്റാണ്, ആരാ നിൽക്കുക എന്ന് ഇതുവരെ വ്യക്തമല്ല. അതിന് ക്ലിയർ പിക്ചർ വന്നിട്ടില്ല. BJPയുടെ സർപ്രൈസ് കാൻഡിഡേറ്റ് ആരാണെന്ന് ഇനിയും അറിയാനിരിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ പോലെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി മാറും തിരുവനന്തപുരം എന്നതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഈ 4 മണ്ഡലങ്ങളിലെ. അപ്പം ആറ്റിങ്ങലിലെ വോട്ട് നില കൂടി പറഞ്ഞത് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത്തിരി നീണ്ടുപോയെങ്കിൽ ഇത് കണക്കുകളാണ്, ഡേറ്റയാണ്. നമ്മൾ അത് വെച്ചിട്ടാണ് വിലയിരുത്താൻ. 2019 അടൂർ പ്രകാശ് ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ട് നിന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJPയുടെ തീപ്പൊരി നേതാവിന് 24.18% വോട്ട് കിട്ടി. മികച്ച നേട്ടമാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. 24.18% വോട്ട്. അതേസമയം 2014 അവിടെ BJP സ്ഥാനാർത്ഥി കിട്ടിയത് വെറും 10.6% വോട്ടായിരുന്നു. ഈ 10.6%-ൽ നിന്ന് 2014 2019 24.18% കുതിക്കാൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് സാധിച്ചത് എന്തുകൊണ്ടാണ്? അതൊരു തീപ്പൊരി നേതാവെന്നുള്ള ഇമേജ്. അതുകൊണ്ടാണ്. ഇനി വരാൻ പോകുന്നത്, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എപ്പോഴും ഒരു ഈഴവ കാൻഡിഡേറ്റിനെ വിജയസാധ്യതയുള്ളൂ. അപ്പോൾ ഇനി ശോഭാ സുരേന്ദ്രൻ നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അടൂർ പ്രകാശ് നിൽക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ആറ്റിങ്ങലിൽ ഒരു ഈഴവ കാൻഡിഡേറ്റിനെ തന്നെ ആയിരിക്കും 3 മുന്നണികളും അവരവരുടെ സ്ഥാനാർത്ഥികൾ ഈഴവ സമുദായത്തിൽ നിന്നാവാനാണ് സാധ്യത. ഈ സമവാക്യമൊന്നും നമുക്ക് തിരുവനന്തപുരത്തോ തൃശ്ശൂരോ പത്തനംതിട്ടയിലോ നമുക്ക് പറയാൻ പറ്റില്ല. ആറ്റിങ്ങൽ ഞങ്ങൾ കൃത്യം പറയും, ഒള്ളി ആൻ ഈഴവ കാൻഡിഡേറ്റ് ഏത് മുന്നണിക്കും ഈഴവ കാൻഡിഡേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ
ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. പക്ഷെ പത്തനംതിട്ടയും തിരുവനന്തപുരവും തൃശ്ശൂരിനും വ്യത്യസ്ത ചില ഘടകങ്ങളുണ്ട്. ഇതാണ് ഈ വിലയിരുത്തലിൻ്റെ ആകത്തുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നാലെ പാക്കല. ഓക്കെ.